അപ്പോൾ അതെ നമ്മൾ കറീൻ്റെ കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ വെക്കാറുള്ളത് കറി. ഒരു ചെറിയ കഷ്ണം കുടംപുളി മതി. അതിൻ്റെ അപ്പം തന്നെ ഞാൻ മീൻ ഇടുന്നുണ്ട്. ഇത് നല്ല വേവുള്ള മീനാണ്, അപ്പോൾ നല്ലോണം ഇത് വേകണം. അപ്പോൾ കറി കലക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇടാൻ പോവാണ്. ഇവിടെ നല്ല എരിവാണ്, എല്ലാവർക്കും നല്ല എരിവാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് എരിവ് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി സ്വല്പം മതി. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇതാ തക്കാളി മുറിച്ചിടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞാൻ തേങ്ങയിൽ കൂട്ടി അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കറിയിലേക്ക് ഇടുന്നില്ല. ഇത് അരച്ചതിന് കൊണ്ട് അതിൻ്റെ എല്ലാ ടേസ്റ്റും കറിയിലേക്ക് കിട്ടും. അല്ലെങ്കിൽ മുറിച്ചിടുമ്പോൾ അത് തന്നെ നമുക്ക് എടുത്ത് കഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കറിയിൽ നിന്നൊക്കെ കഷ്ണം ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ ചവച്ച് തിന്നാനൊരു മടിയായിരിക്കും. പക്ഷേ ഇത് തേങ്ങ തന്നെ ഇട്ട് അരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഞാൻ ഇത്തിരി ജാസ്തി തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഗ്യാസ് അടുപ്പിലല്ല വയ്ക്കുന്നത്, വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. എല്ലാം വെന്ത് വറ്റി വരുമ്പോൾ. അപ്പം വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ വേഗം തന്നെ വറ്റി അതിലേക്ക് മസാലകളൊക്കെ വേഗം തന്നെ പിടിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികമായിട്ട് വെള്ളം വെക്കുന്നുണ്ട്. നമുക്കിത് പതച്ചിട്ട് വേണം, നല്ലോണം പതച്ച് ഒരു 3/4 ഭാഗം വേവായിട്ട് വേണം തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് തുടയ്ക്കുകയും ചെയ്യാം. നനഞ്ഞ കൈ കൊണ്ട് കുപ്പിയൊക്കെ പിടിച്ചിട്ട് കുപ്പിയിലൊക്കെ അഴുക്കായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കും വേണം. ആ കൈ കൊണ്ട് തന്നെയാണല്ലോ വെക്കുന്നത്. എന്നും ഉപയോഗിക്കുന്നതാണ്, എന്നാലും നമുക്കൊന്ന് തുടച്ച് വെച്ചു. അപ്പോൾ അതേ കറി നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കലക്കിപ്പാറാം. ഒരു കാര്യം മറന്നുപോയി, ഉപ്പിടാൻ. അത് ഞാൻ ഉപ്പിട്ടൊന്നുകൂടെ വേവിച്ചിട്ടുണ്ട്, അത് മറന്നു പോയതാണ് ഇവിടെ. ഇതിലേക്ക് തേങ്ങ നമുക്ക് ഒഴിച്ച് നല്ലോണം പതപ്പിക്കാം. ഇത് നന്നായിട്ട് പതക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവിയ കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഞാൻ പച്ചക്ക് കഴിക്കാറുണ്ട്. അങ്ങനെ കറിവേപ്പില തിന്നുന്നത് മുടിക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഞാൻ എന്നും കഴിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കാം. എന്നാൽ നമുക്ക് ഈ ചട്ടി കഴുകി വെക്കാം. കരിയുള്ള പാത്രമായത് കൊണ്ട് അത് നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉച്ചയൂണിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.